ഹലോ ഹായ് ഓൾ, എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടല കുറുമയാണ്. പട്ടാണിക്കടല, പച്ചപ്പട്ടാണിക്കടല കുറുമ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുറച്ച് ചേരുവ വെച്ചിട്ട്, കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ആദ്യം ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എന്ത് എണ്ണ വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്തായാലും വെച്ചെടുക്കാം. എനിക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഒന്ന് പൊട്ടി വന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി അരിഞ്ഞ് വെച്ച ഒരു മീഡിയം സൈസ് വെല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ ഇട്ട് കൊടുത്തു. ഉള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ തക്കാളി 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 എണ്ണം മതി. ചെറുതായതുകൊണ്ട് ഞാൻ 2 തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്നവരെ നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് വെന്ത് വന്നു കേട്ടോ. തക്കാളി മൂത്ത് വന്നാൽ നമുക്കിനി അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറുമ ആയതുകൊണ്ട് ഇപ്പോൾ ഇതിൽ മുളക് പൊടി ഇടുന്നില്ല. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്കിനി ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 6 മണിക്കൂർ കുതിർത്തിയതാണ് കേട്ടോ. ഓവർനൈറ്റ് കുതിർത്തിയതാണ്. കടല ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ക്യാരറ്റ്, ബീൻസൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തു. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. പക്ഷെ തഞ്ഞില്ല. കടലിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന പോലെ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് ഫ്ലെയിം ഓഫാക്കി നമുക്കൊരു തേങ്ങ അരച്ചെടുക്കാം. പച്ചമുളക് വലുതാണെങ്കിൽ ഒരു 4-5 മതി. ഞാൻ ചെറുതായതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. ഒരു 4-5 അണ്ടിപ്പരിപ്പ്, ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം. കുക്കർ ഞാനായിട്ട് വിസിൽ തുറന്നു വിട്ടിട്ടില്ല. അതിലുള്ള വിസിൽ തന്നെ പോകുന്നവരെ വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ കടലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റ് പാകം കേട്ടോ. കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം അതിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, പിന്നെ എക്സ്ട്രാ ആയിട്ട്. ഇനി നമുക്കൊന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരുന്നത് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാ പലഹാരങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. പലഹാരങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.